പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ ചായ കുടിക്കാറുണ്ടോ? റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടോ? ടാപ്പ് വാട്ടർ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യം അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിമാനത്തിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഒരു വാട്ടർ ടാങ്കിലാണ്. അത് പ്രഷറൈസ്ഡ് വാട്ടർ ടാങ്കാണ്. പല വിമാനങ്ങളിലും താഴെ കാർഗോ കമ്പാർട്ട്മെൻറ്റിൽ പിന്നിലായിട്ടായിരിക്കും വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. അതിൽ ന്യൂമാറ്റിക് പ്രഷർ കൊടുത്തിട്ടാണ് ഈ വെള്ളം നമ്മളുടെ ടാപ്പുകളിൽ കൂടി വരുന്നത്. ഈ ടാങ്കുകളും അതിൻ്റെ പൈപ്പ് ലൈന്, നൂറുകണക്കിന് അടി നീളമുള്ള പൈപ്പ് ലൈനുകളും വളരെ വിരളമായിട്ടാണ് ക്ലീനിങ് ചെയ്യാറുള്ളത്. നല്ല എയർലൈൻസുകൾ ചെയ്യാറുണ്ട്, എന്നാലും അത് മേജർ മെയിൻ്റനൻസ് സമയത്ത് മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ബയോസൈഡ്സ് ഉപയോഗിച്ച് അത് പമ്പ് ചെയ്ത് വാട്ടർ ലൈനിലെല്ലാം ഓവർനൈറ്റ് വിട്ടിട്ട് എന്നിട്ട് സിസ്റ്റം ഫ്ലഷ് ചെയ്താണ് ഈ വാട്ടർ ടാങ്ക് ക്ലീനിങ് ചെയ്യുന്നത്, വാട്ടർ സിസ്റ്റം ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രക്രിയ നടക്കുന്നത് വളരെ വിരളമായിട്ടാണ്, അല്ലെങ്കിൽ ലോങ് ഗ്യാപ്പിന് ശേഷമാണ്. അതുകൊണ്ട് സ്റ്റോറേജിലുള്ള ചില ചെറിയ ഇഷ്യൂസ് ഒരു പക്ഷേ ഈ വെള്ളത്തിന് സംഭവിക്കാം. രണ്ടാമതായിട്ട് ഈ വാട്ടറിൽ, അതായത് ടാങ്ക് സർവീസ് ചെയ്യുന്നത് പലപ്പോഴും ഈ വിമാനം പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല എയർപോർട്ടുകളിൽ പല സർവീസ് ഏജൻസികളിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇവർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ വാട്ടർ ടാങ്ക് സർവീസ് ചെയ്യുന്ന ടാങ്കും അതിൻ്റെ കമ്പൈൻ ചെയ്ത് അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള അടുത്ത ടാങ്ക് ഒരുപക്ഷെ ടോയ്ലറ്റ് സർവീസ് ചെയ്യുന്ന ടാങ്ക് ആയിരിക്കാം. ഇത് ഒരുമിച്ചാണ് ടോ ചെയ്ത് അവരുടെ ടോ ടാങ്ക് വിമാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനിത് ഇപ്പോൾ എല്ലാ എയർലൈൻസിനെയും അടച്ച് അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തോന്നരുത്. പല എയർലൈൻസുകളും ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ. എങ്കിലും ചിലയിടത്തെങ്കിലും ഇപ്പോഴും ഇതുപോലെയാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് കണക്കുകളില്ല. അപ്പോൾ ഈ ടാങ്കുകൾ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ പല കാലഘട്ടങ്ങളിലും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുള്ളത് വാട്ടറിലെ, വിമാനത്തിൻ്റെ വെള്ളത്തിലെ ഈക്കോളിയുടെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്നാൽ പല എയർലൈൻസുകളും ഇതിന് വളരെയധികം നിർബന്ധം പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള വാട്ടർ സർവീസിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് ഇത്രയായിട്ട് വളരെ നിഷ്കർഷമായിട്ട് ചെയ്യുന്നതെന്ന്. ഇനി ഈ വെള്ളം ഒരു വിധത്തിലും കുടിക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എയർലൈൻസുകൾ നമുക്ക് കുടിക്കാൻ തരുന്ന വെള്ളം എപ്പോഴും മിനറൽ വാട്ടറായിരിക്കും. പക്ഷേ ചായ ഉണ്ടാക്കുന്നത് വെള്ളം, അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്ന വെള്ളം നമ്മൾ ജഗ്ഗിൽ കൊണ്ടുവരുമ്പോൾ ആ വെള്ളം തന്നെയാണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, റൈസ്, അങ്ങനെയുള്ള പോഹ എല്ലാത്തിലും ഒഴിച്ചു തരുന്നത്. ചിലപ്പോഴെങ്കിലും ചില എയർലൈൻസുകളെല്ലാം അവരുടെ ഗാലേ സിസ്റ്റത്തിൽ വെള്ളം കണക്ട് ചെയ്തിരിക്കുന്നത് വിമാനത്തിൻ്റെ ഈ വാട്ടർ ടാങ്കുമായിട്ട് ആണ്. അപ്പോൾ അവരുടെ ജഗ്ഗിലുള്ള വെള്ളം ചിലപ്പോഴെങ്കിലും ഈ വിമാനത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപയോഗിച്ചാണ് തിളപ്പിച്ചിട്ട് കൊണ്ടുവരുന്നത്. അത് അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു വെള്ളം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഏതെങ്കിലും നൂഡിൽസോ അല്ലെങ്കിൽ ചായയോ കോഫിയോ ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ക്യാബിൻ ക്രൂവിനോട് കൺഫേം ചെയ്യുക, നിങ്ങൾ ഈ തിളപ്പിച്ച വെള്ളം മിനറൽ വാട്ടറാണോ അതെയോ വിമാനത്തിലെ ടാങ്കിലെ വെള്ളമാണോ എന്ന്. അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അത് സുരക്ഷിതമായി ഇരിക്കുന്നതിന് വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ 2 പൈലറ്റുമാരും ഒരുമിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഫുഡ് പോയ്സണിങ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സുരക്ഷയ്ക്കായിട്ട് എയർലൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് 2 പൈലറ്റ്സിനും ഒരേ ആഹാരം ഒരിക്കലും സെർവ് ചെയ്യാറില്ല. ഇനി പൈലറ്റ്സിൻ്റെ
ഫുഡിൻ്റെ പ്രിഫറൻസസ് അവരുടെ ഓഫീസിൽ നേരത്തെ തന്നെ കൊടുത്തിരിക്കും. അതനുസരിച്ചുള്ള ആഹാരമായിരിക്കും അവർ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകളിൽ ഓർഡർ ചെയ്യുന്നത്. ഇനി ആ ഫുഡ് വരുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും 2 റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാക്കിയതായിരിക്കാം. തീർച്ചയായിട്ടും 2 ഡിഫറെൻറ്റ് ഫുഡായിരിക്കും. അങ്ങനെ യാത്രക്കാരുടെയും വിമാനത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിമാന കമ്പനികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം അവരുടെ നിയന്ത്രണങ്ങളിലല്ലായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് വിമാനത്തിലെ വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തുടർന്നും കാണുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിമാനത്തിൽ സാധാരണഗതിയിൽ 2 ബ്ലാക്ക് ബോക്സുകളാണുള്ളത്. ഒന്ന് വിമാനത്തിൻ്റെ ഫ്രണ്ട് വശത്തും ഒരെണ്ണം വിമാനത്തിൻ്റെ ബാക്ക് സൈഡിലുമാണ് സാധാരണഗതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമായ കാരണം ഈ 2 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ക്രാഷിന് ശേഷം കുറച്ചെങ്കിലും ഡാമേജുകൾ ഇല്ലാതെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ.